സാധ്യത പോലും ജമ്മു കാശ്മീരിൽ ഇനി ഒരു രാഷ്ട്രീയ കരുനീക്കത്തിനും സാധ്യതയില്ല. ഇന്ത്യ സഖ്യം വ്യക്തമായി തന്നെ 53 എന്ന് പറയുമ്പോൾ വ്യക്തമായ ലീഡ് നിലയാണ്. 53 സീറ്റുകളിൽ ലീഡ് ഇന്ത്യ സഖ്യത്തിന്. BJP കഴിഞ്ഞ തവണത്തെ പോലെ 25 തന്നെ ഒതുങ്ങുകയാണ്. അത് ജമ്മുവിൽ നിന്നാണ് മുഴുവൻ സീറ്റുകളും 25 സീറ്റും BJPക്ക് കിട്ടുന്നത്. മറ്റുള്ളവർ 9. PDP വെറും 3 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. ഇൽത്തിജ മുഫ്തി പരാജയം സമ്മതിച്ചിരിക്കുന്നു. വലിയ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് PDP നേതാവ് പറയുകയാണ്. അങ്ങനെ PDP ചിത്രത്തിലേ ഇല്ല. അവർക്കൊരു രാഷ്ട്രീയ നീക്കവും നടത്തുവാനുള്ള പ്രാപ്തിയും ഇത്തവണയില്ല. 53 എന്നുള്ളത് വലിയ സംഖ്യയാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്. ഇന്ത്യ സഖ്യത്തിൽ നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു. ജമ്മു കാശ്മീരിലെ 42 സീറ്റുകളിൽ ഇപ്പോഴും 44 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 8 സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ഒരു സീറ്റിൽ CPM-ഉം ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 53 എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആകെ ടാലി. BJP ഒറ്റയ്ക്ക് 25 സീറ്റുകളിൽ ലീഡ്. മറ്റുള്ളവർ സ്വതന്ത്രരാണ്. 9 സീറ്റുകളിൽ ലീഡ്. PDP 3 എന്നുള്ളതാണ്. ഇനി ഹരിയാനയിലേക്ക് വരാം. ഇപ്പോഴും 49 സീറ്റുകളിൽ ലീഡുണ്ട് BJPക്ക്. 49 കൃത്യമാണ്. അതുപോലെ തന്നെ ഇതിൽ മിക്കയിടത്തും ഇനി അവസാന റൗണ്ടുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കോൺഗ്രസ് 35 ഇപ്പോഴും 4 സീറ്റുകളിൽ സ്വതന്ത്രരാണ്. ഈ 4 പേരും ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 2 പേർ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പോയവരാണ്, 2 പേർ BJPയിൽ നിന്നും. അതിനാൽ തന്നെ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും 1-2 അംഗങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഇവരുടെ നിലപാട് നിർണായകമാകും. പക്ഷേ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് സ്വതന്ത്രർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. INLD 1 സീറ്റിലും സഖ്യകക്ഷിയായ BSP 1 സീറ്റിലും. അങ്ങനെ BSP പ്ലസ് എന്നുള്ളത് 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ ഡേറ്റയിൽ ഇപ്പോൾ വരുന്ന ട്രെൻഡിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി കോൺഗ്രസിൽ നിന്ന് ഉണ്ടാവുകയാണ്. ജയറാം രമേശാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ പക്ഷേ ഈ വെബ്സൈറ്റിൽ കാര്യങ്ങൾ കൃത്യമായി പോകുന്നില്ല എന്നുള്ള കാര്യം നേരത്തെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കോൺഗ്രസ് ഉന്നയിച്ച പരാതിയാണ്. പക്ഷേ അതിൽ വലിയ കാര്യമില്ലല്ലോ. കൃത്യമായ ട്രെൻഡും കൃത്യമായ കണക്കും ഞങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് കോൺഗ്രസിന് എന്താണ് അങ്ങനെ ഒരു പരാതി എന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ വലിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഒരുപക്ഷെ ഇത് പറയുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് അപ്ഡേഷൻ നടക്കുന്നത് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിലൊരു ട്രെൻഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതവിടെ വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ തന്നെ അതേസമയം BJPക്ക് തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പതുക്കെ കാര്യങ്ങൾ മാറി വരികയും അതേപോലെ തന്നെ ഇപ്പോൾ വ്യക്തമായി കാണുന്ന തരത്തിലേക്ക്, അതായത് നാഷണൽ ലെവലിലുള്ള എല്ലാ ചാനലുകളും എല്ലാവരും അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വിവരം ലഭിക്കുന്ന എല്ലാവർക്കും ഏകദേശം ഒരേ കണക്കുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അത്തരത്തിലൊരു സംശയം ഇപ്പോൾ മുന്നോട്ട് വെക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത്. കാരണം അത് പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളെല്ലാം ഇത്തരത്തിൽ അനുകൂലമായിട്ട് ഏകകണ്ഠമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നിട്ട് എത്രയോ കാലങ്ങളായി. അത് അങ്ങനൊരു സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. ഹരിയാനയിൽ 10 വർഷത്തിന് ശേഷം ഒരു സർക്കാർ തുടർച്ചയായിട്ട് ഉണ്ടാവുക എന്നുള്ളൊരു മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു ചരിത്രത്തിലേ ഇല്ല, ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല സർക്കാരിനെതിരെ വലിയ ജനവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളൊരു പ്രചരണവും നാട്ടിലുണ്ടായിരുന്നു. പലയിടത്തും റിപ്പോർട്ടർമാരോട് ജനങ്ങൾ അത് പറഞ്ഞിരുന്നു. BJP ജായേഗ കോൺഗ്രസ് ആയേഗ എന്നുള്ളൊരു പ്രചരണം പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതേപോലെ ഈ JJPയും INLDയുമായിട്ട് നേരത്തെ നിന്നിരുന്ന പഴയ ജാട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി അവിടെ നിന്ന് മാറുകയും ഇതൊരു ഇരുപക്ഷത്തിലുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഗ്രസ് BJP ഫൈറ്റ് മാത്രമായിട്ട് മാറുകയും ചെയ്തു. മറ്റ് ചെറിയ കക്ഷികൾക്കൊന്നും പ്രസക്തിയില്ലാത്ത വിധത്തിൽ ഹരിയാനയിലെ രാഷ്ട്രീയം പൂർണ്ണമായും കോൺഗ്രസ് BJP രാഷ്ട്രീയമായപ്പോൾ നേരത്തെ നല്ല അത്യാവശ്യം വോട്ട് പെർസെൻറ്റേജ് വാങ്ങിച്ച് ഏതാണ്ട് 15-20% വോട്ട് വാങ്ങിയിട്ട് നിൽക്കുന്ന ഈ INLDയോ അല്ലെങ്കിൽ JJPയോ പോലെയുള്ള പാർട്ടികൾക്ക് അവരുടെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും അത് വന്നത്. അതിലൊരു വലിയ
വിഭാഗം പൂർണ്ണമായും BJPക്ക് അനുകൂലമായിട്ട് മാറി എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം, വോട്ട് ഷെയർ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അപ്രതീക്ഷിതമായി കൂടുതൽ വോട്ട് BJPക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് ഈ INLD JJP സഖ്യത്തിൽ, അല്ലെങ്കിൽ സഖ്യമല്ല, ആ പാർട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ പാർട്ടികളുടെ പ്രസക്തി ഇല്ലാതായതോടുകൂടി ആ പാർട്ടികളിൽ നിന്നുള്ള വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ OBC വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അത് സൈനിയുടെ ഉണ്ടാക്കാനായിട്ട് സൈനിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഗുജ്ജർ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, ഒരു അപ്പർ കാസ്റ്റ് വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വേണം നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കൂടുതലായിട്ട് നമുക്ക് ഓരോ മണ്ഡലവും എടുത്ത് പരിശോധിച്ച് നോക്കിയതിന് ശേഷവും പാറ്റേൺ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും കണക്കുകൂട്ടലുകൾ കോൺഗ്രസിന് പിഴച്ചുപോയി. BJPയുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് വീണ്ടും ഒരിക്കൽ കൂടി അവർ ഗംഭീരമായി ചെയ്തു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം. ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിനേക്കാൾ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ BJP എത്രമാത്രം മുന്നിലാണ് അതിനൊരു വലിയ ഉദാഹരണമാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് നൽകുന്നത്. എത്രമാത്രം പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ BJPക്ക് ഹരിയാനയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഹരിയാനയിൽ 5 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നിരുന്നു. BJPക്ക് 10 സീറ്റും 2019 കിട്ടിയതാണ്. അതാണ് നേരെ പകുതിയായി കുറയുകയും 5 സീറ്റ് കോൺഗ്രസിന് കിട്ടുകയും ചെയ്തത്. അവിടെ തന്നെ BJPക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ ആ തിരിച്ചടിയിൽ നിന്ന് മൈക്രോ മാനേജ്മെന്റ് ലെവലിൽ എത്രമാത്രം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ BJP സമർത്ഥരാണ് എന്ന കാര്യം ഹരിയാന തെളിയിച്ചു നൽകുകയാണ്. അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ വോട്ടുകൾ കട്ട് ചെയ്തു പോകുന്നുണ്ട്. ശ്രീജിത്ത്, ഏറ്റവും അവസാനം ഇപ്പോൾ സ്വാതി മലിവാളാണ് പറഞ്ഞത് എങ്കിൽ പോലും അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. ആം ആദ്മി പാർട്ടി ഒരു വോട്ട് കട്ടറായി നിൽക്കുകയായിരുന്നു. അവിടെ BJPയെ സഹായിക്കുന്നയാളായി കേജ്രിവാൾ മാറി. എന്തിനാണ് ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നത് എന്നുള്ള കാര്യം സ്വാതി മലിവാൾ അല്പസമയം മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി സ്വന്തമായി ഒരു എക്സിസ്റ്റൻസിന് വേണ്ടി പഞ്ചാബിലെയും ഡൽഹിയിലെയും പോലെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണല്ലോ ഹരിയാന. അപ്പോൾ അവിടെയും സ്വാധീനം നേടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി എന്നല്ലാതെ അതൊരു BJP സപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല മഞ്ജുഷ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു കടന്ന വായനയായിപ്പോ. ഒന്ന്, നമ്മൾ കേജ്രിവാളിന്റെ ജന്മസ്ഥലമാണ് ഹരിയാന എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിൽ ഒരിടത്തും വലിയ വേരുകളൊന്നുമില്ല. നമുക്കിപ്പോൾ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഫരീദാബാദ്, ഗുഡ്ഗാവ് പ്രദേശങ്ങളിലേക്ക് അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഉണ്ടാവുമായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് അർബൻ സ്ഥലങ്ങളിലേക്ക്, ഈ കുരുക്ഷേത്ര മേഖലകളിലേക്ക് അപ്പുറത്തേക്കും അർബൻ സ്ഥലങ്ങളിൽ ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ സ്വാധീനം ആം ആദ്മി പാർട്ടിക്ക് ഇല്ല. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ട് ഒരു സഖ്യം ശ്രമിച്ചതായിരുന്നു. പക്ഷെ ആ സഖ്യത്തിൽ ആവേണ്ടതുമായിരുന്നു. ഒരു സീറ്റ് അവർക്ക് നൽകി. ഇപ്പോൾ ഇതേ പ്രശ്നം ഞാൻ നേരത്തെ ഈ ഛത്തീസ്ഗഡുമായിട്ട് താരതമ്യപ്പെടുന്നു. ഛത്തീസ്ഗഡിലും ഇതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യത്തിൽ വരേണ്ടതായിരുന്നു. അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചതാണ്. അതിലേതെങ്കിലും തരത്തിലൊരു സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരുപക്ഷെ കോൺഗ്രസിന് നന്നായിരുന്നേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വലിയ തോതിൽ ഒരു വോട്ടിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് മാറ്റാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുകയോ അത് BJPക്ക് അനുകൂലമായിട്ട് മനഃപൂർവ്വമായിട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളത് ഒരു കടന്ന വായനയായി. ഇപ്പോൾ മാത്രമല്ല, ആം ആദ്മി പാർട്ടി നേടുന്ന വോട്ടുകൾ എസെൻഷ്യലി കോൺഗ്രസിൻ്റേത് ആകണമെന്നുമില്ല ഹരിയാനയിൽ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്കത് അതിനെ അങ്ങനെ വായിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ആം ആദ്മി പാർട്ടിക്കോ അതേപോലെ ചെറു പാർട്ടികൾക്കോ എല്ലാം കിട്ടാകാമായിരുന്ന പല വോട്ടുകളും BJPക്ക് അനുകൂലമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുള്ളൂ. പണ്ട് നമ്മൾ ഹരിയാന എന്ന് തന്നെ കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇതേപോലെ ബൻസിലാൽ, ഭജൻലാൽ, ദേവിലാൽ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട വളരെ സ്റ്റാർ വാൾസ് ആയിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. ഹരിയാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെയായിരുന്നു. അതിൽ ബൻസിലാൽ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഭജൻലാൽ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് വരികയാണെങ്കിലും പിന്നീട് കോൺഗ്രസിലേക്ക് പോയി. ദേവിലാൽ തുടർച്ചയായിട്ട് മറ്റേ സോഷ്യലിസ്റ്റോ അല്ലെങ്കിൽ മറ്റൊരു കർഷക പാർട്ടിയായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതാണ്ട് ഈ 3 പാർട്ടികൾ, ഈ ആളുകളുടെയും കൊച്ചുമക്കൾ ഇപ്പോൾ രംഗത്തുണ്ട്. അതിൽ ഭജൻലാലിൻ്റെയും ബൻസിലാലിൻ്റെയും ഗ്രാൻഡ് ആളുകൾ, ഇപ്പോൾ പേരക്കുട്ടികൾ മത്സരിക്കുന്നത് BJPക്കൊപ്പമാണ്.
അവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. ദേവിലാലിന്റെ തുടർച്ചയായിട്ടുള്ള ചവിട്ടാലമാർക്കോ തുടർച്ചയായിട്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ വോട്ടും ഏതാണ്ട് BJPക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഊഹിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോട്ട് ഷിഫ്റ്റ് പലയിടത്തുനിന്നും ചെറിയ പാർട്ടികളായിട്ട് വേറിട്ട് നിൽക്കുന്ന ആളുകളുടെ എല്ലാം വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് മാറുകയും എലക്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് BJP എലക്ഷനായിട്ട് മാറുകയും ചെയ്തു. ചെറു പാർട്ടികൾ മുഴുവൻ അപ്രസക്തമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ളൊരു ഷിഫ്റ്റാണ് ഹരിയാനയിൽ നിർണായകമായിട്ട് മാറിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ആം ആദ്മി പാർട്ടിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൽ കടന്നു കയറാനോ അതിനെ മാറ്റി BJPക്ക് അല്ലെങ്കിൽ അത് മാറുന്നതോടുകൂടി അവർക്ക് അനുകൂലം കുറച്ച് വോട്ടുകൾക്ക് നേടുന്നതോടുകൂടി അത് BJPയുടെ അനുകൂലമായിട്ട് ഇലക്ഷൻ മാറുകയോ ചെയ്തു. ശരിയാണ്.